വൈദ്യരേ, വൈദ്യരേ, ഇങ്ങോട്ട് അടുത്തല്ലേ, ഒന്നും പറയണ്ട, എല്ലാം മനസ്സിലായി. ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് പോകും. ദക്ഷിണ ഇടൂ, 10 വരിക്കപ്ലാവിന്റെ ജോലി ഞാൻ ചെയ്തല്ലോടൂ, എന്നിട്ടൊരു കൂഴച്ചക്കയാണ് കൊണ്ടുവന്നിരിക്കുന്നതല്ലേ. താൻ ഭയപ്പെടണ്ട, ധൈര്യമായിട്ട് പൊക്കോ. 3 പ്രാവശ്യം വയറ്റിന്ന് പോകും, വയറ്റിന്ന് പോകുമ്പോഴും പേടിക്കണ്ട, ശരിപ്പെട്ടോളൂ. അതായത് കണ്ടോ, ഞാഞ്ഞൂള് പോലെ ഇരുന്നവനാണ്, ഒരൊറ്റ മാസത്തെ അജമാംസം. ശരീരം നോക്ക്, എലുമ്പാ പിടി. എടാ, ചക്ക നിന്നെടുത്തിരിക്കുന്നോ, നിന്നെ ചക്ക എടുത്തിരിക്കുന്നോടാ? എനിക്ക് എണ്ണ ഒന്നില്ല. ആഹാ, ഈ ഉണ്ണിക്ക പോലെയുള്ള വെള്ളരിക്കാണ് എണ്ണ. ആട്ട് തലയെ തേക്കാനോ കണ്ണിലൊഴിക്കാനോ ഏതെണ്ണയാണ് വേണ്ടത്? ഏലാതി. ആ, എലുമ്പാ പിടി. കൊണ്ടുപോ. വൈദ്യരെ പിന്നതയില്ലേ? ഇല്ലെന്ന്. എടോ, എന്റെ മുഖത്ത് നോക്കി ഇന്നതില്ലെന്ന് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. തന്നെ മുക്കിയെടുക്കാനുള്ള പിണതയിൽ ഇവിടെ ഉണ്ട്. എനിക്ക് എത്ര വേണം? അതാ കിടക്കുന്നത്. എനിക്ക് പിണ്ണയിലും വേണ്ട, ഒന്നും വേണ്ട. എടോ, ഇതെന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഭരണി. ആ ഭരണിയാണെന്നല്ലേ തനിക്ക് തോന്നുന്നത്? എന്നാ ഇത് ഭരണി അല്ല. അല്ല, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇത് വേണ്ടി വന്നാൽ ഇതേ സാധനത്തിൽ നിന്ന് 40 കൂട്ടം എണ്ണയും കുഴമ്പ് ഒരേ സമയം ഞാൻ 2 കൈകൊണ്ട് കൊച്ചിരുന്നു. അറിയാം. എല്ലുമ്പോ ഇനി ആരും അല്ലെങ്കിൽ ഇയാളൊരു ഉടങ്കല്ല് വഴുത്തരാ. ഒരാഴ്ചക്ക് മുമ്പ് എനിക്കൊരു വയറ്റിൽ വേന വന്നു. അന്നും ഒരു ഭസ്മം തന്നു. എന്റെ മകനൊരു പനി വന്നു. അന്നും ഇതേ ഭസ്മം തന്നെ വന്നു. എന്റെ അളിയച്ചാർക്ക് ഒരു മഞ്ഞപ്പിത്തം വന്നു. അന്നും ഇതേ ഭസ്മം തന്നു. പിന്നെ തനിക്ക് ഭസ്മമല്ലാതെ പുഷ്പമാണോ തരുന്നത്? ആട്ടെ, തനിക്ക് വയറ്റിൽ വേദനയാണെന്നല്ലേ പറഞ്ഞത്? മകന് പനി. മകൻ തന്റെ മകൻ തന്നെയാണല്ലോ. തന്റെ വയറ്റിൽ വേദനയാണ് മകന് പനിയായിട്ട് രൂപാന്തരപ്പെട്ടത്. തന്റെ അളിയന് മഞ്ഞപ്പിത്തം. ഇവര് 3 പേരും ഒരേ കുടുംബത്തിലുള്ളവരാണോ? ഇടോ, ഒരേ കുടുംബത്തിൽ ഒരേ രോഗം പല രൂപത്തിൽ പലർക്കായിട്ട് വരും. അതുകൊണ്ടാണ് ഒരേ ഭസ്മം തന്നത്. ഇതേ ഭസ്മം തേനിൽ ചാലിച്ച് നെറിയിൽ പുരട്ടിയാൽ പല്ലുവേദന പറകറും. അതേ ചൂട് ഗോമൂത്രത്തിൽ കലക്കി അകത്ത് കിടത്തിയാൽ വയറ്റ് വേദന പുറത്ത് കിടക്കും. ഇത് കണ്ടോ, വെറും കരിങ്കുരങ്ങാണ്. ഒരൊറ്റ മാസം ഈർക്കലി പോലെയുള്ള പയ്യനായിരുന്നു. എടാ എലുമ്പാ, സുഹൃതം, സുഹൃതം. ഒരു അവതാര പുരുഷന്റെ അരുമ ശിഷ്യൻ നമ്മുടെ അരമനയിൽ എഴുന്നള്ളിയിരിക്കണു. ഇദ്ദേഹത്തെ ഈ നാട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വന്നത് അടിയനാണ്. സൽബുദ്ധി. ഹാബാന്റെ ഈ സൽപ്രവൃത്തിക്ക് നാം എന്നും കടപ്പെട്ടവനായിരിക്കും. പക്ഷേ അടിയനൊരു സങ്കടം അനുഭവിക്കേണ്ടതായി വന്നു. സങ്കടമോ? എന്താ? പറഞ്ഞോളൂ. വേണ്ട പരിഹാരം നാം ഉണ്ടാക്കി തന്നുകൊള്ളാം. തിരുമനസ്സിൽ അതുണർത്തിക്കാൻ അടിയന് സങ്കോചമുണ്ട്. എന്തെന്നാൽ എന്താണ് അതിന്റെ ആവശ്യം? നാം ഹാബാനെ അന്യനായി കണക്കാക്കേണ്ടില്ല. ഒട്ടും സംശയിക്കണ്ട. ഞങ്ങൾ രാജവീതിയിൽ കൂടി വരുമ്പോൾ ഈ മഹാനെ ഒരു കാവൽക്കാരൻ കയ്യേറ്റം ചെയ്തു. ദോഷം. നമ്മുടെ നാടിന് അപമാനം വരുത്തി വെച്ചപ്പോ വഷളൻ കുഞ്ഞുണ്ണി ഉടനെ പോയി ആ മണ്ടുകത്തെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവിടെ വരും. ചപ്പൻ. എന്റെ പൊന്നു തിരുമേനി, അടിയൊരു തെറ്റി പറ്റിപ്പോയി. നായകടിക്കാൻ വന്നു. വാളൂതി അങ്ങനെ വെട്ട്. നായ്ക്കൊന്നും പറ്റില്ല, അവനവന്റെ കയ്യിൽ തന്നെ പോയി. ചുനകൻ ചുനകൻ. എന്താ അവന്റെ വായിലെ പച്ചമാംസം? അയ്യോ, ഇത് അടിയന്റെ കൈയാണ്. ഈ മഹാത്മാവിനെ അടിച്ച കൈ എന്ന് പറയൂ. എന്റെ അത്ഭുതം. ഈ ദിവ്യാത്മാവിനെ സാഷ്ടാംഗം പ്രണമിച്ചോളൂ. സമാധിക്കണ്ട. പൊന്നു സ്വാമി, അടിയനെ രക്ഷിക്കണേ.
മഹാഭാവി നാം സ്വപ്നം കാണുകയൊന്നുമല്ലല്ലോ. എന്താ ഇത് കഥ? ഈ മഹാഭാവിക്ക് തക്ക ശിക്ഷ നാം നൽകണത്. അദ്ദേഹത്തിന് ലഭിക്കുന്ന ശിക്ഷ ഇതിനകം കർത്താവ് തന്നെ നൽകി കഴിഞ്ഞു. പരമാർത്ഥം വയ്ക്കോളൂ. മേലാൽ നമ്മുടെ മുന്നിൽ കണ്ടുപോരുന്നോ? ഇദ്ദേഹത്തിന് കുറച്ചുകാലം ഈ നാട്ടിൽ താമസിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആയുഷ്കാലം ഇവിടെ കഴിയാമല്ലോ. അതിനെന്താ കുഞ്ഞുണ്ണി, വേണ്ടതെല്ലാം ഉടനെ ഏർപ്പാട് ചെയ്യുന്നുള്ളൂ. ഒന്നിനും ലോപം വരുത്തണ്ട. ഉത്തരവ്. അടിയന് ഉടനെ പാണ്ഡ്യനാട്ടിലേക്ക് പോകേണ്ട കാര്യമുണ്ട്. അതിനെന്താ, സമാധാനത്താലേ പോയി വരൂ. ഇദ്ദേഹത്തിന്റെ കാര്യം ഇവിടെ സുരക്ഷിത. എന്റെ അമ്മയുണ്ടാവും. എന്റെ അമ്മയുണ്ട്. എന്റെ അമ്മ ഇവിടെയാണ്. എന്റെ അമ്മയെ കൊന്ന് താനാ. പിന്നെ വിവരക്കേട് പറയരുത്, ഞാൻ പറഞ്ഞേക്കാം. വിവരക്കേട് പറയുന്ന മര്യാദ പറഞ്ഞിരുന്നു. എന്റെ അമ്മയെ വാഹത്തിന്റെ പുറപ്പെടാന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനം താനല്ലേ. താൻ പറഞ്ഞനുസരിച്ച് എല്ലാം ചുറ്റുവർക്ക് ഞാൻ തനിക്ക് തന്നു. തിരുമ്മി 6 മാസം കഴിഞ്ഞപ്പോ എന്റെ അമ്മയ്ക്ക് എനിക്ക് നടക്കാൻ വയ്യാതായി. ഇപ്പൊ 6 മാസമല്ലേ കഴിഞ്ഞോളൂ. 4 മാസം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. എന്തിന്? കുഴിച്ചു മൂടാനോ? അപ്പൊ കുഴിച്ചു വിടുന്നത് ആരെയാണെന്ന് ഞാൻ പറയാം. അപ്പോഴല്ല, ഇപ്പൊ കാണണം. നിന്റെ കൊട്ടലെടുക്കും. എന്തിനാ എന്റെ കൊട്ടല് നിനക്ക് ചുട്ട തിന്നാനോ? അത് ഞാൻ കാണിച്ചു തരാം. നിനക്ക് എന്ത് പറ്റിയടാ? എന്ത് പറ്റാൻ? നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ വലിയ വലിയ വൈദ്യന്മാരുണ്ട്. നീ അവിടെ പോയി ചികിത്സിച്ചോ. പക്ഷെ നിന്റെ സൂക്കേട് ആര് ചികിത്സിച്ചോടാ മോനെ? എലുമ്പാ, ഇവനെ കണ്ടോടാ. എടാ, നിനക്ക് എന്ത് പറ്റി? എനിക്ക് എന്ത് പറ്റാൻ? നിന്റെ മുഖത്തിനൊരു വിളർച്ച ഉണ്ടല്ലോടാ. നിന്റെ ചുണ്ടിനൊരു വരൾച്ച ഉണ്ടല്ലോടാ. നിന്റെ പല്ലിനൊരു കടുകടുപ്പുണ്ടല്ലോടാ. നിന്റെ മീശ പിരിഞ്ഞിരിപ്പുണ്ടല്ലോടാ. നിന്റെ മൂക്കത്ത് വേർപ്പുണ്ടല്ലോടാ. നിന്റെ മുടി കറുത്തിട്ടുണ്ടല്ലോടാ. എടാ, നിന്റെ ചെവിക്കൊരു വിറയിലുണ്ടല്ലോടാ. കഴുത്ത് നേരെ ഇരിപ്പുണ്ടല്ലോടാ. എടാ, ശരീരം അട്ടിപ്പടന്റെ വിറയ്ക്കുന്നുണ്ടല്ലോടാ. നിനക്ക് എന്ത് തോന്നുന്നു? എടാ, വീട്ടിൽ വല്ലതും പറയാനുണ്ടോ? ഭാര്യയോടോ കുട്ടികളോടോ വല്ലതും പറയാണ്ട് നീ എന്നോട് പറ. നിനക്കിനി 2.5 നാഴിക നേരമേ ജീവിതമുള്ളൂടാ. നാണോ 2.5 ഉള്ളൂ. ഇവനെ വേദനിപ്പിക്കാതെ എടാ നാണോ, നീ എന്റെ കുടലെടുക്കാൻ വന്നല്ലടാ. നിന്റെ കുടുംബത്തിന്റെ കുടല് മുഴുവൻ ഞാൻ ഈ ജാരലാക്കോടാ, ജാരലി. എന്താ 2 ദിവസമായി തൊടാൻ വയ്യ. തൊടാൻ വയ്യ? ചിച്ചി മാറില്ല. മാറി വയ്ക്കാൻ പറ്റുമോ? പിന്നെ തൊട്ട് ശുദ്ധം മാറ്റണം. തൊട്ട് നോക്കുമ്പോ അറിയാം, പൊള്ളും. അത്രയ്ക്ക് കട്ടിയാ. ദാഹമാ, ദാഹം. ഓഹോ, ദാഹമല്ലേ ഉള്ളൂ, മോഹമൊന്നുമില്ലല്ലോ. അയ്യോ, ആർത്തിയാ, ആർത്തി. ചുണ്ടും നാവും ഒക്കെ കത്തിക്കരിയുക. ഇവിടെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. വൈദ്യുതി കണ്ടോ? അങ്ങേര് കിടപ്പിലായിട്ട് 10 ദിവസമായല്ലോ. അങ്ങേര്? എങ്ങേര്? എന്റെ ഭർത്താവേ. ഓഹോ, ഭർത്താവിലാണോ? പിന്നെ ഞാൻ എന്തെന്നാ പറഞ്ഞത്? അപ്പൊ ഞാൻ എന്തോന്നാ കേട്ടത്? അയ്യോ, പനി. പൊള്ളണ പനിയാ. ആട്ടെ, പനി വരുമ്പോൾ വിറയലുണ്ടോ? വിറയലുണ്ടോന്ന് തുള്ളലാ. ബാധ പിടിച്ച മാതിരി. അടുത്ത് നാവനാട്ടോ. ഞാനോ? നീട്ടണം നാവ്. ആ. അയ്യോ, എനിക്കല്ല വൈദ്യരെ. നിന്റെ കണ്ണിൽ ചോരയുണ്ടെങ്കിൽ അവനും കാണും. ഭർത്താവ് ഭാര്യയുടെ ആരാ? അർത്ഥം പകുതി. ഒന്നിലുള്ളത് 2ലും കാണും. ശരി, ഞാനൊരു ഭസ്മം തരാം. അത്താഴ പുറമെ ആഴയ്ക്ക് ഉപ്പ് നീട്ടി അരച്ചു കൊടുക്കണം. അല്പം കയ്പാണ്, കഴിക്കും. അയ്യോ, കയ്പുണ്ടെങ്കിൽ അങ്ങേര് കൊന്നാലും കഴിക്കില്ല. കൊല്ലാതെ കൊടുക്കണം. ആകട്ടെ, ഒരുമിച്ചാണോ താമസം? എന്ത് ചോദ്യോ വൈദ്യരെ? നാണിക്കണ്ട. ഒരുമിച്ചാണോ താമസം? അതെ. ഒരേ മുറിയിൽ? അതെ. കട്ടില്ലോ നിലത്തോ? കട്ടില്ല. മതി. അപ്പോൾ നിങ്ങൾ കഴിച്ചാൽ മതി. ഫലം ഭർത്താവിന് കിട്ടിക്കോളും. ഞാൻ മരുന്ന് കഴിച്ച അങ്ങേർക്ക് കിട്ടും. അങ്ങനെ പകർന്ന് ലയിച്ചങ്ങ് പൊക്കോളും. ധൈര്യമായിട്ട് പോണം. ആ വില വന്നില്ല. പേടിക്കണ്ട, വൈദ്യർക്ക് വെച്ചിട്ടുണ്ട്. എന്തോന്ന്? കൊല. കൊലയോ? ആ, 1 ഒരു ഏത്തക്കൊല. എടുത്തോണ്ട് വരാൻ ആളില്ലാഞ്ഞിട്ടാ. ഞാൻ കൊടുത്തയക്കാം. വൈദ്യരെ, എന്റെ കോഴിയെ രക്ഷിക്കണം. എന്ത് പറ്റി? ഇത് കണ്ടോ? കാണുന്ന പിടക്കോഴികളുടെ പുറകെ എല്ലാം ഓടി നടന്നിരുന്ന ചുണക്കുട്ടന 2 ദിവസമായി തൂങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇവന്റെ നടപ്പ് കാണുമ്പോ ചങ്ക പൊളിഞ്ഞാണ് വൈദ്യര്. കണ്ടിടത്തെല്ലാം കേറി ഇറങ്ങി നടന്നവനല്ലേ. കുറെ കഴിയുമ്പോ തൂങ്ങും, അല്പം കഴിയുമ്പോൾ
അനങ്ങിയില്ലെന്നും അയ്യോ കൊടുങ്ങാനിലേക്ക് ഒഴിഞ്ഞിട്ടിരിക്കുന്നതാ. ചത്താനുണ്ടല്ലോ ഭഗവതി കോപിക്കും. ഓഹോ ശരി, നാവ് കിട്ടണം. നാവോ? കിട്ടണം നാവ്. ഓ രക്തക്കുറവുണ്ട്. ആ മനസ്സിലായി. ഇത് പെടക്കോഴികളുമായിട്ടുള്ള അടിക്കടിക്കുള്ള സമ്പർക്കം മൂലം ഇവന്റെ ആണത്വം നശിച്ചു. കണ്ടോ, ഈ പൂവൻ പെടയാകാൻ. പെടയോ? പേടിക്കണ്ട, 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ പൂവൻ കോഴി മുട്ട ഇട്ടുകൊള്ളും. നേരാണോ വൈദ്യുതി പറയുന്നത്? പരിണാമം, അണുക്കളുമായുള്ള ഏറ്റുമുട്ടൽ. അണക്ക് ഉപ്പ് നീട്ടിൽ ഇത് അണക്കൊടുക്കണം. വില തന്നില്ല. ഇവൻ ആദ്യം ഇടുന്ന മുട്ടയുണ്ടല്ലോ, വൈദ്യർക്ക് തന്നെ വന്നേക്കാം. എന്റെ ഭഗവാനെ, ഒന്ന് കൊല, ഒന്ന് മുട്ട.